മൈക്രോസോഫ്റ്റിന്റെ 50-ാം വാർഷികം ജീവനക്കാർ നടത്തിയ ഫലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളെ തുടർന്ന് അലങ്കോലമായിരുന്നു. ഇസ്രായേൽ സൈന്യത്തിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി നൽകി ഗസയിലെ ആക്രമണത്തെ പിന്തുണയ്ക്കുകയാണ് കമ്പനിയെന്ന് ആരോപിച്ചായിരുന്നു സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരായ ഇബ്തിഹാൽ അബൂസാദിന്റെയും വാനിയ അഗർവാളിന്റെയും പ്രതിഷേധം. ഇസ്രായേലുമായുള്ള ബന്ധം മൈക്രോസോഫ്റ്റ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വലിയൊരു മൂവ്മെന്റ് തന്നെ കമ്പനിക്കുള്ളിൽ നടക്കുന്നുണ്ട്. മൈക്രോസോഫ്റ്റിന്റെ 50-ാം വാർഷികാഘോഷങ്ങൾ ഫലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളാൽ നിറഞ്ഞത് ഇതിന്റെ ഭാഗമായാണ്. ഏപ്രിൽ 4 വെള്ളിയാഴ്ച മൈക്രോസോഫ്റ്റ് ജീവനക്കാർ നടത്തിയ 2 വ്യത്യസ്ത പ്രതിഷേധങ്ങൾ കമ്പനിക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. മൈക്രോസോഫ്റ്റ് CEO മുസ്തഫ സുലൈമാൻ, മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകനായ ബിൽ ഗേറ്റ്സ്, മുൻ CEO സ്റ്റീവ് ബാൽമർ അടക്കം സദസ്സിലിരിക്കുമ്പോഴായിരുന്നു പ്രതിഷേധങ്ങൾക്ക് തുടക്കം. വാഷിംഗ്ടൺ ആസ്ഥാനത്ത് പ്രൊഡക്റ്റ് അപ്ഡേറ്റുകളും കമ്പനിയുടെ അസിസ്റ്റന്റ് പ്രൊഡക്റ്റായ കോ പൈലറ്റിനായുള്ള ലോങ് ടൈം വിഷനും അവതരിപ്പിക്കുന്ന ചടങ്ങിനിടെ ഒരു ശബ്ദമുയർന്നു. ഷെയ്ം ഓൺ യു മുസ്തഫ, നിങ്ങളെ ഓർത്ത് നാണക്കേട് തോന്നുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് വേദിയിലേക്ക് നടന്നടക്കുകയാണ് കമ്പനിയുടെ വിഭാഗത്തിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ഇബ്തിഹാൽ അബൂസാദ്. ഇതോടെ മുസ്തഫ സുലൈമാൻ തന്റെ പ്രസംഗം നിർത്തി. പക്ഷേ അബൂസാദിന്റെ വാക്കുകൾ വീണ്ടും ഉയർന്നു. എല്ലാവരും നല്ലതിനു വേണ്ടി ഉപയോഗിക്കുന്നതിനോടാണ് താല്പര്യമെന്ന് നിങ്ങൾ പറയുന്നു. പക്ഷേ ഇതേ മൈക്രോസോഫ്റ്റ് തന്നെയാണ് ഇസ്രായേൽ സൈന്യത്തിന് ആയുധങ്ങൾ വിൽക്കുന്നത്. 50,000 ആളുകൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഗസയിലെ വംശഹത്യയ്ക്ക് മൈക്രോസോഫ്റ്റ് ശക്തി പകരുകയാണ്. മുസ്തഫ സുലൈമാനും മൈക്രോസോഫ്റ്റും യുദ്ധലാഭം കൊയ്യുകയാണെന്നും അബൂസാദ് ആരോപിച്ചു. സുലൈമാന്റെയും മൈക്രോസോഫ്റ്റിലെ എല്ലാവരുടെയും കയ്യിൽ രക്തം പുരണ്ടിട്ടുണ്ടെന്ന് ആക്രോശിച്ചുകൊണ്ട് അബൂസാദ് പ്രതിഷേധം തുടർന്നു. നിങ്ങളുടെ പ്രതിഷേധത്തിന് നന്ദി എന്നും നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് എന്ന് മാത്രമായിരുന്നു മുസ്തഫ സുലൈമാന്റെ പ്രതികരണം. പരിപാടിയിൽ നിന്ന് സുരക്ഷാ ജീവനക്കാർ പുറത്താക്കുന്നതിന് മുൻപ് വേദിയിലേക്ക് അബൂസാദ് കഫിയ വലിച്ചെറിഞ്ഞു. ഗസയിലും ലെബനാനിലും നടന്ന യുദ്ധങ്ങളിൽ ബോംബിംഗ് ടാർഗറ്റുകൾ തിരഞ്ഞെടുക്കാൻ ഇസ്രായേൽ മൈക്രോസോഫ്റ്റിന്റെയും ഓപ്പൺ എയുടെയും മോഡലുകൾ ഉപയോഗിച്ചതായി ഈ വർഷം ആദ്യം ദി അസോസിയേറ്റഡ് പ്രസ് വാർത്താ ഏജൻസി നടത്തിയ അന്വേഷണത്തിൽ വെളിപ്പെട്ടിരുന്നു. ബിൽ ഗേറ്റ്സും ബാൽമറും നിലവിലെ CEO സത്യ നദല്ലയ്ക്കുമെതിരെ ആക്രോശിച്ചുകൊണ്ടാണ് മൈക്രോസോഫ്റ്റ് ജീവനക്കാരി വാനിയ അഗർവാൾ ചടങ്ങിന്റെ മറ്റൊരു ഭാഗം തടസ്സപ്പെടുത്തിയത്. 2014 ശേഷം മൈക്രോസോഫ്റ്റിന്റെ CEO ആയിരുന്ന 3 പേരുടെ ആദ്യ പൊതുസമ്മേളനം കൂടിയായിരുന്നു ഇത്. മൈക്രോസോഫ്റ്റിന് ഇസ്രായേലുമായുള്ള ബന്ധത്തെ അപലപിച്ചുകൊണ്ടായിരുന്നു വാനിയയുടെ പ്രതിഷേധം. കമ്പനിയുടെ വിഭാഗത്തിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ വാനിയ CEOമാർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെയാണ് ആഞ്ഞടിച്ചത്. നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ലജ്ജിക്കുന്നു. നിങ്ങളെല്ലാവരും കപട വിശ്വാസികളാണ്. ഗസയിലെ 50,000 ഫലസ്തീനികളെ മൈക്രോസോഫ്റ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൊന്നൊടുക്കി. അവരുടെ രക്തത്തിൽ ആഘോഷം നടത്താൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? ഇസ്രായേലുമായുള്ള ബന്ധം വിച്ഛേദിക്കൂ എന്ന് വാനിയ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആസ്ഥാനത്തിനകത്തും പുറത്തും നടന്ന ഏകോപിത പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ ജീവനക്കാരുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പായ നോ അസൂർ ഫോർ അപ്പാർത്തൈഡ് ആണെന്നും വാനിയ പരാമർശിക്കുന്നുണ്ട്. പുറത്തുവന്ന വീഡിയോ ദൃശ്യങ്ങളിൽ വാനിയ പ്രതിഷേധം തുടങ്ങിയപ്പോൾ ബിൽ ഗേറ്റ്സ് പുഞ്ചിരിക്കുന്നതും പിന്നീട് ചർച്ച പുനരാരംഭിക്കുന്നതും കാണാം. വാനിയെ പിന്നീട് സുരക്ഷാ ജീവനക്കാരെത്തി പുറത്താക്കിയിരുന്നു. ഇസ്രായേൽ വംശഹത്യയിൽ പ്രത്യക്ഷവും പരോക്ഷവുമായ പങ്കാളിത്തം അവസാനിപ്പിക്കാൻ കമ്പനിയോട് ആഹ്വാനം ചെയ്യുന്നതിനായി മൈക്രോസോഫ്റ്റ് ജീവനക്കാർക്കിടയിൽ ആരംഭിച്ച ഗ്രൂപ്പാണ് നോ അസൂർ ഫോർ അപ്പാർത്തൈഡ്. വാർഷികാഘോഷ വേദിക്ക് പുറത്ത് വിശാലമായൊരു റാലിയും ഗ്രൂപ്പ് സംഘടിപ്പിച്ചിരുന്നു. ഇതുകൂടാതെയാണ് 2 ജീവനക്കാരുടെ പ്രതിഷേധം വേദിക്കുള്ളിൽ നടന്നത്. ഗസയിലെ 2.3 ദശലക്ഷം ഫലസ്തീനികൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ വംശഹത്യയിൽ ഏറ്റവും കൂടുതൽ പങ്കാളികളായ ടെക് കമ്പനി മൈക്രോസോഫ്റ്റ് ആയിരിക്കുമെന്ന ആരോപണങ്ങൾ ശക്തമാണ്. ഇസ്രായേലിന്റെ വർണ്ണവിവേചനത്തിലും വംശഹത്യയിലും മൈക്രോസോഫ്റ്റിന്റെ പങ്കാളിത്തം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേൽ സൈന്യവുമായുള്ള ശക്തമായ ബന്ധം, ഇസ്രായേൽ സർക്കാർ മന്ത്രാലയങ്ങളുമായുള്ള സഹകരണം, ഫലസ്തീനികളെ ക്രൂരമായി പീഡിപ്പിക്കുന്നതിനും ദുരുപയോഗം ചെയ്യുന്നതിനും കുപ്രസിദ്ധമായ ഇസ്രായേലി ജയിൽ സംവിധാനത്തിലുള്ള കമ്പനിയുടെ പങ്കാളിത്തം എന്നിവ തുറന്നു കാട്ടപ്പെട്ടിട്ടുള്ളതുമാണ്. ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ, യുദ്ധക്കുറ്റങ്ങൾ എന്നിവയ്ക്ക് സൗകര്യമൊരുക്കുന്നതിനായി വിന്യസിച്ചിരിക്കുന്ന ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യ മൈക്രോസോഫ്റ്റ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിന് നൽകിപ്പോരുന്നത്. ഇസ്രായേലിന്റെ വംശഹത്യാ യുദ്ധത്തെ ശാക്തീകരിക്കുന്നതിലും ത്വരിതപ്പെടുത്തുന്നതിലും നിർണായകമായ അസൂർ ക്ലൗഡ് സേവനങ്ങൾ മൈക്രോസോഫ്റ്റ് ഇസ്രായേൽ സൈന്യത്തിന് നൽകിയിട്ടുണ്ട്. ദ ഗാർഡിയൻ, അസോസിയേറ്റഡ് പ്രസ്, പ്ലസ് 972 മാഗസിൻ എന്നിവ നടത്തിയ അന്വേഷണത്തിൽ ഇസ്രായേൽ സൈന്യവുമായുള്ള മൈക്രോസോഫ്റ്റിന്റെ വിപുലമായ ബന്ധവും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേലിലെ എല്ലാ പ്രധാന സൈനിക അടിസ്ഥാന സൗകര്യങ്ങളിലും മൈക്രോസോഫ്റ്റിന്റെ ഒരു കാൽപ്പാട് കാണാനാകും. മൈക്രോസോഫ്റ്റ് ഇമെയിൽ, ഫയൽ മാനേജ്മെന്റ് സിസ്റ്റങ്ങൾ മാത്രമല്ല, യുദ്ധ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾക്കുള്ള സാങ്കേതിക വിദ്യയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൈക്രോസോഫ്റ്റ് നൽകുന്ന ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറും സൈനിക സാങ്കേതിക വിദ്യകളും ഇസ്രായേലിലെ യുദ്ധോപകരണങ്ങൾ പോലെ തന്നെ പ്രധാനമാണ്. ഇതിനെതിരെയാണ് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ മൈക്രോസോഫ്റ്റ് പങ്കാളിയാകുന്നത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ നോ അസൂർ ഫോർ അപ്പാർത്തൈഡ് എന്ന ക്യാമ്പയിൻ ആരംഭിച്ചത്. ഫലസ്തീനികളെ കൊല്ലാനും അവരെ ലക്ഷ്യം വെക്കാനും നിരീക്ഷിക്കാനും നാടുകടത്താനും ഉപയോഗിക്കുന്ന
ക്ലൗഡ് AI സാങ്കേതിക വിദ്യകളുടെ രൂപത്തിലുള്ള ഡിജിറ്റൽ ആയുധങ്ങളുടെ വിൽപ്പന അവസാനിപ്പിക്കാൻ മൈക്രോസോഫ്റ്റിന്മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ഈ തൊഴിലാളി ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ മൈക്രോസോഫ്റ്റ് തൊഴിലാളികളുടെ ആശങ്കകൾ പരിഹരിക്കാനോ ഇസ്രായേൽ സൈന്യവുമായുള്ള കമ്പനിയുടെ ലാഭകരമായ ക്ലൗഡ് ആൻഡ് AI കരാറുകളെക്കുറിച്ച് പ്രതികരിക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. പകരം വംശഹത്യയിൽ മൈക്രോസോഫ്റ്റിന്റെ പങ്കിനെക്കുറിച്ച് സംസാരിക്കുന്ന ഫലസ്തീൻ അനുകൂല ജീവനക്കാരെ നിശബ്ദരാക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു കമ്പനി. ഫെബ്രുവരിയിൽ ഇസ്രായേലുമായുള്ള കരാറുകൾക്കെതിരെ പ്രതിഷേധിച്ചതിന് 5 ജീവനക്കാരെയാണ് കമ്പനി പുറത്താക്കിയത്. ഇതിനു മുൻപ് ഒക്ടോബർ 24-ന് വാഷിംഗ്ടണിലെ റെഡ്മണ്ടിലുള്ള മൈക്രോസോഫ്റ്റ് ആസ്ഥാനത്തിന് പുറത്ത് ഒരു പരിപാടി സംഘടിപ്പിച്ച ഗവേഷകനും ഡാറ്റ സയന്റിസ്റ്റുമായ അബ്ദു മുഹമ്മദും സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ഹൊസം നാസറും പുറത്താക്കപ്പെട്ടിരുന്നു. പരിപാടി നടന്ന വൈകുന്നേരം തന്നെ ഇവരെ പിരിച്ചുവിടുകയായിരുന്നു കമ്പനി. ഈജിപ്തിൽ നിന്നുള്ള ഇരുവരെയും ആക്ടിവിസത്തിന്റെ പേരിൽ പിരിച്ചുവിട്ടു എന്ന വാർത്ത പക്ഷേ മൈക്രോസോഫ്റ്റ് നിഷേധിക്കുകയാണ് ഉണ്ടായത്. എല്ലാ ശബ്ദങ്ങളും കേൾക്കാൻ ഞങ്ങൾ നിരവധി വഴികൾ നൽകുന്നുണ്ട്. പക്ഷേ എന്താണെങ്കിലും ബിസിനസ്സിന് തടസ്സമുണ്ടാക്കാത്ത വിധത്തിൽ ചെയ്യണം. അതിനെതിരെ എന്തെങ്കിലും സംഭവിച്ചാൽ വേറെ സ്ഥലം നോക്കണമെന്ന് പറയേണ്ടി വരും. ഞങ്ങളുടെ ബിസിനസ് രീതികൾ ഉയർന്ന നിലവാരം പുലർത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നായിരുന്നു കമ്പനിയുടെ പ്രതികരണം. പൊതുസ്ഥലങ്ങളിൽ ഹോൺ, സ്പീക്കറുകൾ തുടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് സഹപ്രവർത്തകരുടെ ജോലി തടസ്സപ്പെടുത്താൻ ഞങ്ങൾ ജീവനക്കാരെ അനുവദിക്കില്ല. ഞങ്ങളുടെ നയങ്ങളെക്കുറിച്ച് പരിപാടിയുടെ സംഘാടകരോട് വ്യക്തമായി പറഞ്ഞിരുന്നതാണ്. കൂടാതെ ഈ ഒത്തുചേരൽ പൊതുസ്ഥലത്ത് നടക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഈ മാർഗനിർദ്ദേശം അവഗണിച്ചതിനാലാണ് ജീവനക്കാരെ പിരിച്ചുവിട്ടതെന്നായിരുന്നു ന്യായം. എന്നാൽ ഗസയിലെ മാനുഷിക പ്രവർത്തനങ്ങൾക്കായി പണം സ്വരൂപിക്കാൻ ശ്രമിച്ച ഈ പരിപാടി ജീവനക്കാരുടെ ഗ്രൂപ്പുകൾ പതിവായി നടത്തുന്ന ജീവകാരുണ്യ പരിപാടികളുടെ അതേ നടപടിക്രമങ്ങൾ പാലിച്ചാണ് നടത്തിയതെന്ന് മുഹമ്മദും നാസറും പ്രതികരിച്ചിരുന്നു. കമ്പനി ഇരട്ടത്താപ്പ് നിലപാട് സ്വീകരിക്കുകയാണെന്നായിരുന്നു ആരോപണം. 2023 ഒക്ടോബർ മുതൽ ഇസ്രായേൽ സൈന്യം മൈക്രോസോഫ്റ്റ് അസൂറിൽ നിന്നുള്ള സേവനങ്ങൾ വാങ്ങുന്നത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വർഷങ്ങളായി ഇസ്രായേലിന്റെ പ്രധാന ക്ലൗഡ് സേവന ദാതാവായിരുന്നു അസൂർ എന്നും ഇസ്രായേലി ഫലസ്തീൻ ഔട്ട്ലെറ്റായ +972 മാഗസിൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സൈന്യത്തിന് സേവനങ്ങൾ നൽകുന്ന നിരവധി ഇസ്രായേലി സ്റ്റാർട്ടപ്പുകൾക്കും കമ്പനി ധനസഹായം നൽകിയിട്ടുണ്ട്. ഫലസ്തീൻ പൗരന്മാരെ നിരീക്ഷിക്കുന്ന ഇസ്രായേലിന്റെ ഫേസ് റെക്കഗ്നൈസേഷൻ കമ്പനിയായ എനിവേഷന് സാമ്പത്തിക സഹായം നൽകുന്നത് മൈക്രോസോഫ്റ്റ് ആണെന്ന റിപ്പോർട്ടുകളും മുൻപ് പുറത്തു വന്നിരുന്നു. ഇസ്രായേലിന്റെ സൈനിക ആക്രമണത്തിൽ ഗസയിൽ മാനുഷിക പ്രതിസന്ധി വർദ്ധിച്ചതോടെ ഇസ്രായേലുമായുള്ള ബന്ധത്തെ ചൊല്ലി മറ്റ് നിരവധി സ്ഥാപനങ്ങളും പ്രതിഷേധങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഇസ്രായേലുമായി വ്യാപാരം നടത്തുന്ന US ടെക് സ്ഥാപനങ്ങൾക്കും കഴിഞ്ഞ വർഷം പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. ഏപ്രിലിൽ ഇസ്രായേലുമായുള്ള കമ്പനിയുടെ സൈനിക ബന്ധത്തെ ചൊല്ലിയുണ്ടായ പ്രതിഷേധത്തിന് മറുപടിയായി ഗൂഗിൾ 50-ലധികം ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടത്.